ശുഭകരമായി പ്രവർത്തിക്കുക. ശുഭകരമായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എവറിത്തിങ് ഈസ് ടു ബി ഡൺ ഇൻ എ വണ്ടർഫുൾ വേ. ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ്. ശുഭകരമായി പ്രവർത്തിക്കുക. എല്ലാം ദൈവത്തിന് ഉചിതമായിട്ട് ചെയ്യാൻ. നമ്മൾ ഈ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അപ്പനും അമ്മമാരും, ദൈവത്തെ അറിയുന്ന അപ്പനമ്മമാരും പിതാക്കന്മാരും വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും അവരൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ ഞങ്ങളുടെ തലമുറകളോട് നിൻ്റെ കൃപ തോന്നണമേ, നിൻ്റെ കരുണ അയക്കണമേ, നേർവഴിക്ക് അവരെ നടത്തണമേ. അതൊക്കെ എല്ലാ കുടുംബങ്ങളിലും പ്രായമുള്ളവരെ ഇരിക്കുന്നിടത്ത് വൈകിട്ടത്തെ പ്രാർത്ഥന. ഇപ്പം നമ്മൾ പള്ളിയുടെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന കുടുംബങ്ങളാണ്, രാവിലെയും വൈകിട്ടും അവിടെ പ്രാർത്ഥന ഉയർന്നു വരുന്നത്. ഇപ്പോൾ അത് കുറവാണ്, പക്ഷേ ദേ ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്. രാവിലെ ഒരു സമയത്തും വൈകിട്ട് സമയത്തും കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉയർത്തുക, ദൈവത്തെ വിളിക്കുക. അതല്ല തന്നെ ഇരിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുക. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വീടിന് ചുറ്റും ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ വെള്ളം തെളിച്ച് കർത്താവിൻ്റെ നമുക്കറിയാൻ വയ്യാത്ത സത്യവിശ്വാസികളല്ലാത്തൊരുവരും കളം വരയ്ക്കും അവരുടെ വീടിന് ചുറ്റും. അവർക്കറിയാം എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സത്യദൈവത്തെ നമ്മൾ എല്ലാ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. പക്ഷേ ദൈവത്തിന് നിർബന്ധമാണ് അവനെ എന്നും നമ്മൾ വിളിച്ച് വരുത്തി ആത്മാവിൽ നമ്മൾ തീഷ്ണതയുള്ളവരായിട്ടിരിക്കണം. നിർബന്ധമുള്ളൊരു കാര്യമാണ്. അത് പലപ്പോഴും നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്, നമ്മൾ അലസരാകരുത്. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദരായി നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയും. അതൊരു വലിയ സത്യമാണ്. അതൊക്കെ ഒരു പാട്ടായിട്ട് നമ്മൾ പള്ളികളിൽ പാടും. നമുക്ക് അലസത എന്ന് പറയുന്ന ഒരു പിശാച് തന്നെയാണ്. അപ്പോൾ ഈ അലസതയുടെ ബാധ നമ്മളിന്ന് മാറണം. നമ്മളിൽ കൂടുതലായിട്ട് മക്കളിൽ സുഖം കൂടുന്തോറും അലസത കൂടി വരും. നോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കഷ്ടവും പ്രയാസമുള്ള ടീച്ചേഴ്സിൻ്റെയൊക്കെ മക്കൾ 5ഉം 6ഉം ഒന്നിച്ച് വളർന്നിട്ടുള്ളവരെല്ലാവരും ഓരോന്നും ഉയർന്ന നിലയിലെത്തും. കാരണം പ്രയാസത്തിൻ്റെ നടുക്ക് അവർ മക്കളെ ശരിയായിട്ട് വെളുപ്പിന് എഴുന്നേൽപ്പിച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ദേ ഗെറ്റ് ഇൻവോൾവ് വിത്ത് ദ ഹൗസ് ഹോൾഡ് തിങ്സ്. എന്നിട്ട് എല്ലാം അങ്ങനെ അറിയാവുന്ന എത്ര ഫാമിലി എനിക്കറിയാം. അവരൊക്കെ എല്ലാവരും ഉന്നത പദവി. കാരണം അപ്പനമ്മമാർ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ മക്കളെ കൂടെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോഴും ഒരൊറ്റ മക്കളത് ചെയ്യത്തില്ല. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഫീൽഡ് എന്ത് ആർക്കും മക്കളെ വീട്ടിൽ ഒരു കാര്യം പഠിപ്പിക്കാൻ അറിയത്തില്ല, വീട്ടിലെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അവർക്കറിയത്തില്ല. ഗസ്റ്റ് വന്നാൽ അവരോട് ഒന്ന് മിണ്ടാൻ അറിഞ്ഞുകൂടാ, എല്ലാവരും അവരവരുടെ മുറിയിൽ തന്നെ. ഇതൊന്നും നല്ലതല്ല. ആരെങ്കിലും ഒരാൾ പറയണമല്ലോ. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ നമ്മൾ ആദ്യമേ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രണ്ടാമത് നമ്മുടെ പെരുമാറ്റത്തിൽ കൂടെ കർത്താവേ നമ്മുടെ മക്കളെ മറ്റുള്ളവരെ കാണുമ്പോൾ ബഹുമാനിക്കാനും ആദരിക്കാനും. അതൊക്കെ നമ്മൾ പല ക്രിസ്ത്യാനികളല്ലാത്തവരുടെ വീട്ടിൽ ചെല്ലെങ്കിൽ അവർ ഓടി വന്നിട്ട് നമുക്ക് ഒന്നിൽ നമുക്ക് സലേം പീസ് ഓണർ എന്ന് പറയും, അല്ലെങ്കിൽ അവർ പിന്നെ എന്തെങ്കിലും കൈകൂപ്പി അവർ കാണിക്കും. നമ്മുടെ പിള്ളേർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ ഇതെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. കർത്താവിന് സങ്കടമാണ് നമ്മുടെ പെരുമാറ്റത്തിൽ ആ ദൈവീകത്വം മാറിപ്പോകുന്നോ, കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നോ എന്നൊരു ചിന്ത എനിക്ക് വരുന്നുണ്ട്. ചില ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമായിട്ട് വഴിതെറ്റിപ്പോകുന്നു എന്ന് തന്നെയാണ് ദൈവം കാണിക്കുന്നത്. നമ്മളങ്ങനെ വരാതിരിക്കട്ടെ. അതുകൊണ്ട് കഷ്ടം കുഞ്ഞുങ്ങൾക്ക് വരുമ്പം പേടിക്കാനൊന്നുമില്ല. കർത്താവ് വരെ നേർവഴിക്ക് നടത്തും. അപ്പോഴാണ് ദൈവം തമ്പുരാൻ ഒരു വാക്യം പറയുന്നത്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, യെശയ്യാ 48:17, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ. പരിശുദ്ധനാണ് അവൻ, വീണ്ടെടുപ്പുകാരനാണ്. ദൈവത്തിന് മുമ്പിൽ അശുദ്ധി കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. അലസതയ്ക്കും സാധ്യത. അലസത ദൈവത്തിന് വെറുപ്പാണ് കേട്ടല്ലോ. അപ്പം ദൈവം പറയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിൻ്റെ വീണ്ടെടുപ്പുകാരൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പൻ. ഹൗ ടു ഡു ദ ബെസ്റ്റ്. ശുഭകരം, അത് നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നമ്മളെ ആരാ പഠിപ്പിക്കുന്നത്? കർത്താവ് നമ്മുടെ മക്കളോട് പറയുകയാണ്, ഞാനാണ് നിങ്ങൾ ഇന്നു മുതൽ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചത് പോരായെങ്കിൽ ഐ ആം ടേക്കിംഗ് ചാർജ് ഓഫ്. മക്കളൊന്നും നമ്മുടേതല്ലല്ലോ. വി ആർ ഓൺലി ദ കസ്റ്റോഡിയൻ. ഇപ്പോൾ നമ്മുടെ ഭൂമിയുടേതോ നമ്മുടെ മക്കളുടേതോ അല്ലെ എന്തെങ്കിലും ഭാര്യ ഭർത്താവിനെയൊക്കെ നമ്മൾക്ക് വി ഹാവ് നോട്ട് ദി ഓണർഷിപ്പ് നമുക്ക് തന്നിട്ടില്ല. ദാറ്റ് ബിലോങ്സ് ടു ദ ലോഡ്. ഓണർഷിപ്പ് ഈസ് ടു ദ ലോഡ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ ചെല്ലാമെങ്കിൽ
പ്രോപ്പർട്ടികൾ ഒരെണ്ണം പോലും പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡിൽ ഓണർഷിപ്പ് നമുക്ക് കിട്ടുന്നില്ല. വി ഗെറ്റ് എ ലീസ്, ഇത്ര വർഷത്തേക്കുള്ള ലീസ്, 999 years, 99 വർഷത്തേക്കൊട്ടുള്ള പാട്ടം, അങ്ങനെയാണ് എഴുതി തരുന്നത്. അല്ലാതെ പൂർണ്ണ അവകാശം നമുക്ക് ഇംഗ്ലണ്ടിൽ കിട്ടുന്നില്ല. ക്വീൻ ഓർ ദ കിങ് ഈസ് ദി ഓണർ. അത് ഈ ബേസിക് പ്രിൻസിപ്പിളാണ്. ദൈവമാണ് ഓണർ, നമ്മൾ കസ്റ്റോഡിയനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഏൽപ്പിച്ചെങ്കിൽ നമ്മൾ വചനം പഠിപ്പിക്കുന്നത്. അവർ വഴിതെറ്റിപ്പോയാൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ നീയല്ലേ അവരുടെ ഉടമസ്ഥൻ. അതിനാണ് ദൈവം പറയുന്നത്, ഞാൻ കൽപ്പിക്കാൻ പോകുന്നത് എന്തുവാ, ഇസ്രായേലിൻ്റെ പരിശുദ്ധ വീണ്ടെടുപ്പാൻ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കും, നീ പോകേണ്ടുന്ന വഴി നിന്നെ നടത്തുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമേ യഹോവ ഞാൻ. അപ്പോൾ യേശു ഏറ്റെടുത്തു. പഴയ നിയമത്തിൽ ദൈവം എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ദൈവം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവസാനം ലാസ്റ്റ് പറയുന്നുണ്ട്, അയ്യോ നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്താണ് നിനക്ക് അനുഗ്രഹം വരണമെങ്കിൽ എൻ്റെ കൽപ്പനകൾ, കൂടെ 10 കൽപ്പന, പിന്നെ ബാക്കിയുള്ളതിൽ ഒബ്സർവേറ്ററി ചെയ്യണം. അതിനകത്ത് നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാതലായിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കുന്നു എങ്കിൽ നമുക്ക് അനുഗ്രഹം തന്നെയാണെന്ന് വചനം പറയുന്നു. അയ്യോ നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിൻ്റെ സമാധാനം നദി പോലെയും നിൻ്റെ നീതി സമുദ്രത്തിൻ്റെ തിര പോലെയുമായിരുന്നു. എപ്പോഴാണ് നമുക്ക് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നുവെന്ന് തീരുമാനം എടുത്താൽ വേണ്ടാത്തതെല്ലാം വെട്ടിമാറ്റി. ഞാൻ എപ്പോഴും എന്നെ പ്രാർത്ഥിക്കും, എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. വേണ്ടാത്ത വെട്ടിപ്പോട്ടെ. ഈ കാട് തെളിക്കുന്ന പോലെയാണ് ജീവിതം. ഒത്തിരി ക്യാപ്റ്റിവിറ്റി ഓഫ് ആക്ടിവിറ്റി, അതായത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ചുമതലാബോധത്തോടുകൂടെ ചെയ്യേണ്ടത് ചെയ്യാതെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് മിക്കവരും. അത് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അത് അഴിഞ്ഞു പോകണം. ചുമതലാബോധം, ചില കാര്യങ്ങൾ അന്ന് ചെയ്യേണ്ടത് ചുമതലയോടെ ചെയ്യാനുള്ള ബുദ്ധി ദൈവം തരുമ്പം നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും ബിസിയാണെന്ന് പറഞ്ഞ് നടക്കും. നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ കൊച്ചുമക്കളോടോ അല്ലെങ്കിൽ അറിയാവുന്നവരോട് ഞാൻ എപ്പോഴും ബിസിയാണ്, എന്നെ ബിസിയാണ്. എലിമിനേറ്റ്, വേണ്ടാത്ത അഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവ് വേണ്ടാത്ത അടിച്ചു മാറ്റ്. നമുക്ക് പറയാം, നമുക്ക് ബുദ്ധിയില്ലേ ദൈവത്തോട് പറയാം. അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിപ്പിക്കാമെന്ന്. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. കർത്താവ് പറയുന്നത് എൻ്റെ അടുക്കലോട്ട് അവരെ വിട്, ഞാൻ പഠിപ്പിച്ചു വിടാം. നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കുക, അത് ദിനം പ്രതി ഏൽപ്പിക്കണേ. അല്ലാതെ വിജയത്തിന് കർത്താവ് പറയുന്നത് നിൻ്റെ സമാധാനം എപ്പോഴാണ്, നീ എൻ്റെ കൽപ്പന അനുസരിച്ചെങ്കിൽ ഞാൻ നിനക്ക് സമാധാനം നദി പോലെയും നിൻ്റെ നീതി സമുദ്രത്തിലെ തിര പോലെ. ഈ നീതി സമുദ്രത്തെ തിരമാല പോകും തിരിച്ചു കയറിയും പുറം തിരിച്ച് നദി പോലെ ഇത് കയറി ഇറങ്ങിയിരിക്കും. അവിടെയെങ്കിലും ഒരു ദുഷ്ടശക്തിക്ക് പാർക്കാനോ ഇരിക്കാനോ അവകാശമില്ല. ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണണം, ജീവനുള്ള ദൈവത്തെ വിളിച്ചു വരുത്തണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ഊതിക്കഴിപ്പിച്ച് പുതിയ വസ്തുവാക്കി ജീവനുള്ള ദൈവത്തിൻ്റെ പാത്രമാക്കി മാറ്റാൻ എന്താക്കുന്നതാണ് നമ്മളെ മാറ്റിയെടുക്കുന്ന ദിവസമായെന്ന്. നമ്മളെ തന്നെയല്ല, നമ്മുടെ തലമുറകളെ ആരാണ് അടുത്ത് നിൽക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഐ ഹാവ് ടേക്കൺ ദിസ് മാറ്റർ, ഈ കാര്യം ഞാൻ ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്, എൻ്റെ മക്കളെ എനിക്ക് വിട്ടുക. അപ്പച്ചനെ ശിക്ഷണത്തിൽ പഠിപ്പിക്കുക. ദൈവത്തിന് ശിക്ഷണം അറിയാം. എല്ലായ്പ്പോഴും ദൈവത്തെ നമ്മൾ സ്നേഹമാന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നെങ്കിലും അങ്ങേ സൈഡിൽ വളരെ തീക്ഷ്ണമായിട്ട് നല്ല ശിക്ഷണം കൊടുക്കുന്ന ഒരു ദൈവത്തെ തന്നെയാണ് നമ്മുടെ വേദപുസ്തകത്തിൽ കാണുന്നത്. ക്രിസ്തു പോലും ശിക്ഷണത്തിലാണ് വളർന്നത്. പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ ക്രൂശോളം തന്നെ താഴ്ത്തി അനുസരണം പഠിച്ചു എന്നാണ് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എങ്കിൽ കഷ്ടം കണ്ടിട്ട് നമ്മുടെ മക്കളെ ഒരു കഷ്ടവും വരരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടേ. അവരെ കാര്യപ്രാപ്തിയുള്ളവരും ദൈവത്തിന് വേണ്ടി ശുഭകരമായി പ്രവർത്തിക്കാൻ നീ അഭ്യസിപ്പിച്ചെടുത്ത് മോശയെ പഠിപ്പിച്ചില്ലേ? മോശ ഒരാളെ കൊന്നു കഴിഞ്ഞ് അയാൾ മരിച്ചു കഴിഞ്ഞപ്പം പിന്നെ 40 വർഷത്തെ ട്രെയിനിങ്. ദാവീദ് അഭിഷേകം കിട്ടിക്കഴിഞ്ഞ് 13-ാം വയസ്സ് കഴിഞ്ഞ് 30 വയസ്സ് വരെ ഓടി നടന്നു. ജോസഫ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനുസരണം പഠിക്കുമ്പോൾ അവൻ്റെ കാലിന്മേൽ ചങ്ങലയിട്ട് ചങ്ങലയിട്ട് പ്രസന്നലിൽ കിടത്തി. അപ്പോൾ അവരെയൊക്കെ പഠിപ്പിച്ച ദൈവം നമ്മളെയും പഠിപ്പിക്കും. നമ്മളെ പഠിപ്പിച്ചില്ലേ?
നമ്മളെ പഠിപ്പിച്ച ദൈവം മക്കളെ പഠിപ്പിക്കാതിരിക്കും, പഠിപ്പിക്കും. അതിലും സന്തോഷിക്കുക. കർത്താവേ, ഒന്നും തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തി ദൈവയ്ക്ക് ചെയ്തതിനാൽ ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നമ്മൾ അല്പപ്രയാസം വരുമ്പോൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ ഈ വചനം പറയുന്നത്. നമ്മൾ ദൈവത്തിന്, ഇതെൻ്റെ തന്നെ ഒരു ഫ്രണ്ടിനെ അവരുടെ മകന് വേണ്ടി കൊടുത്ത് ദൈവം അവനെ ഇന്ന് ജോസഫിനെ പോലെ നടത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ദൈവം ശുഭകരമായി പ്രവർത്തിപ്പിച്ച് പഠിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ. തങ്കം പോലെ, സ്വർണത്തിന് തങ്കം പോലെ ആക്കിയെടുക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അനുഗ്രഹിക്കാൻ പഠിക്കാൻ നമുക്ക് കർത്താവ് നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദിവസമാണിന്ന്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ പഠിപ്പിച്ചോളാം. ഐ ആം ദ ഗുഡ് ട്രെയിനർ, ഐ ആം ദ ഗുഡ് ടീച്ചർ. അതുപോലെ ദൈവം നമ്മളെ നമുക്കും ചിലപ്പോൾ ഇത് ആവശ്യമുണ്ട്. ആർക്കും കറക്ഷൻ ഏത് പ്രായത്തിലും എപ്പോഴും ആവശ്യമുണ്ട്. അതിന് ഒരു ഉപാധി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ ഐ നീഡ് കറക്ഷൻ, എനിക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യണമേ, എന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കണം. എനിക്കെല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞ് ആരും ജീവിതം തുടങ്ങരുത്. രാവിലെ തോറും ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവ്രി മോർണിംഗ്. അവൻ്റെ കരുണ എന്നും പുതിയത് തന്നെ. വി ആർ നോട്ട് കൺസ്യൂംഡ് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. അവൻ്റെ വിലാപത്തിന് അതാണ് ഇരിക്കുന്നത്. നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നും. നമ്മൾ നശിച്ചു പോകുമല്ലേ. അതാണ് വിലാപങ്ങൾ 3:22. നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയ, നിൻ്റെ വിശ്വസ്തത വലിയെന്ന് യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു. നമ്മുടെ ഓഹരി മക്കളും ഭർത്താവും സാധനവും പണവും ഒന്നും അല്ലെന്ന്. എൻ്റെ ഓഹരി യഹോവയാണ്. അതിലേക്ക് കടന്നു വരാം. അതിപരിശുദ്ധൻ അതിപരിശുദ്ധൻ അതിപരിശുദ്ധനായ ദൈവമേ, നീയാണ് ഞങ്ങളുടെ ഓഹരി എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ചങ്കൂറ്റം ബലം തരണം. ഞങ്ങൾ ഈ ലോകത്തിലുള്ള പലതിനും ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഉടക്കി വെച്ചിരിക്കുക. പക്ഷേ അഴിച്ചു മാറ്റിയിട്ട് നീയാണ് ഞങ്ങളുടെ ഓഹരി, നീയാണ് ഞങ്ങളുടെ ഓഹരി, അപ്പച്ചനാണ് ഞങ്ങളുടെ ഓഹരി, ദൈവമാണ് ഞങ്ങളുടെ ഓഹരി എന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ അത് വിശ്വസിക്കുന്നു. അതിന് തെറ്റ് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സകലത്തിനെ മക്കളെയാണ് കർത്താവ് കൂടുതൽ ഞങ്ങൾ അവരെയൊക്കെ നിൻ്റെ കാൽപ്പാദത്തിലോട്ട് ഏക്കി വയ്ക്കുന്നു. ഭർത്താക്കന്മാരെ, വസ്തുക്കൾ, വാഹനം എല്ലാം നീ തന്നിരിക്കുന്ന എല്ലാം നിൻ്റേതാണെന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിച്ചിട്ട് സ്വതന്ത്രമായിട്ട് നിന്നിലെ മക്കളെപ്പോലെ ജീവിപ്പാൻ കരുതുന്ന ഒരപ്പൻ്റെ മക്കളുടെ അടുക്കൽ മക്കളാണെന്നുള്ള ബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. പക്ഷേ ഒത്തിരിയും ഭാരങ്ങൾ സത്യവചനം അറിയാത്തത് കൊണ്ടല്ലേ. ഈ വചനം പറയുമ്പോഴെല്ലാം മനസ്സ് പറയുന്നു, എന്തിനാ ഭാരപ്പെടുന്നത്? ദൈവം ചോദിക്കുന്നതിൽ ഒത്തിരി സത്യമുണ്ടെന്ന്. ശരിയല്ലേ? വചനം അറിയാമെങ്കിൽ ഞങ്ങൾക്ക് ഭാരം ഒത്തിരി കുറയും. പക്ഷെ വചനമില്ല എങ്കിൽ ഞങ്ങൾ ആകെ കൂടെ നന്മയ്ക്കും തിന്മയ്ക്കും ഞങ്ങൾക്ക് പ്രയാസമായിപ്പം. അതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൻ്റെ ആ ഒരു ബാലൻസ്ഡായിട്ട് വളരെ ക്രമമായിട്ട് ശാന്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. കുടുംബമായിട്ട് ദൈവത്തെ അറിയുന്നവരായി മാറട്ടെ. ശുഭകരമായി പ്രവർത്തിക്കാൻ അഭ്യസിപ്പിക്കുന്ന ദൈവം നീ ഒരുവൻ തന്നെയാകിയാൽ ഞങ്ങൾ നിന്നെ മക്കളെ ഞങ്ങൾക്കുള്ള വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ചു തരുന്നു. നാഥൻ പ്രാർത്ഥന കേട്ട് എല്ലാത്തിനും ഒരു നല്ല ഒരു അവസാനം തരുമെന്ന് ഉറപ്പ് തന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.